നിയമസഭാ തെരഞ്ഞെടുപ്പിന് അങ്ങനെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും ഗ്ലാമർ മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ബേപ്പൂരാണ്. മന്ത്രി PM മുഹമ്മദ് റിയാസ് രണ്ടാമതും ബേപ്പൂരിൽ ജനവിധി തേടുന്നു. എതിർ സ്ഥാനാർത്ഥി PV അൻവർ. തീ പാറുന്ന പോരാട്ടമാണ് ഇത്തവണ ബേപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്കൊപ്പം മുഹമ്മദ് റിയാസ് ചേരുകയാണ്. രണ്ടാമതും ബേപ്പൂരിന്റെ ജനങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. എന്താണ് പ്രതീക്ഷ? അല്ല, ഞാൻ രണ്ടാമതല്ല സംസാരിക്കുന്നത്. ഞാൻ 5 കൊല്ലമായിട്ട് എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടൊപ്പമാണ് നിന്നിട്ടുള്ളത്. അവരെനിക്കൊപ്പം ഉണ്ട്. LDFന് നല്ല രാഷ്ട്രീയ സ്വാധീനം ഉള്ള പ്രദേശങ്ങളാണ് ബേപ്പൂർ മണ്ഡലത്തിൽ. അതോടൊപ്പം LDF സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പൊതുവെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു MLA എന്നുള്ള നിലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളും ജനങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് അറിയുന്നതാണ്. അവരൊക്കെ സഹായിക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട്. UDFൻ്റെ പരമ്പരാഗത വോട്ടർമാരായിട്ടുള്ളവരും ഇത്തവണ LDFന് വോട്ട് ചെയ്യും. ബേപ്പൂരിൽ എന്തായാലും വോട്ട് ചെയ്യും. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് ബേപ്പൂർ മണ്ഡലം. അത് പ്രധാനമായിട്ടും ഒന്ന് അങ്ങ് മന്ത്രിയായിരുന്നു, ഒപ്പം തന്നെ താങ്കൾ ഈ മണ്ഡലത്തിൽ തന്നെ വീണ്ടും ജനവിധി തേടുന്നു എന്നുള്ളത്. മറ്റൊന്ന് PV അൻവറാണ് എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതും. അപ്പം ഈ ഒരു കോംബോ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? UDFൻ്റെ സ്ഥാനാർത്ഥി ആര് ആകണമെന്ന് തീരുമാനിക്കേണ്ട UDF ആണ്. അവർ പ്രഖ്യാപിച്ചിട്ടില്ല. അവർക്ക് അത് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. UDFൻ്റെ സ്ഥാനാർത്ഥി ആരായാലും LDFന് 2021 കിട്ടിയ 82,000 വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് വാങ്ങി നല്ല വിജയം LDFനുണ്ടാവും. ഇത്തവണ എന്തെല്ലാം കാര്യങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും? പ്രത്യേകിച്ച് താങ്കൾ MLA മാത്രമല്ല, ഒരു മന്ത്രി കൂടിയായിരുന്നു. അപ്പം മന്ത്രി എന്ന നിലയ്ക്ക് അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തിക്കാൻ പറ്റി, അതിൻ്റെ നേട്ടങ്ങൾ ഈ മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് ലഭിച്ചു എന്ന് താങ്കൾക്ക് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ സാധിക്കുമോ? അത് ജനങ്ങളാണ് പറയേണ്ടത്. ജനങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അത് ജനം പറയുന്നുണ്ട്. നാട്ടുകാർ കൃത്യമായിട്ട് ഇവിടെ നടന്ന വികസനം അനുഭവിച്ചറിയുന്നവരാണ്. തുടങ്ങി വെച്ച വികസനവും കാണുന്നുണ്ട്. അത് അവർക്കറിയാം. ജനങ്ങൾ പറയുന്നുണ്ട്. ജനങ്ങൾ LDFന് വോട്ട് ചെയ്യും. വ്യക്തിപരമായി എനിക്ക് വോട്ട് ചെയ്യും. ഞാൻ അവർക്ക് ഒപ്പം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്, അതായത് വിചാരിച്ച രീതിയിലുള്ള ഒരു വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF പറയുന്നത് മുഴുവൻ സീറ്റുകളും പിടിച്ചെടുത്ത് UDF അധികാരത്തിൽ കയറും എന്നുള്ളതാണ്. അങ്ങനെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ട്രെൻഡ് അത് നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മുന്നൊരുക്കമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്? കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് ജനങ്ങൾ ചിന്തിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദേശീയ രാഷ്ട്രീയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായ കാര്യങ്ങളാണ്. ഇപ്പോൾ 1000 വോട്ടുള്ളൊരു വാർഡിൽ നന്നായി ഇടപെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, UDF സ്ഥാനാർത്ഥിയാണെങ്കിൽ ആ വ്യക്തിക്ക് കുറേയധികം വോട്ട് കിട്ടും. അത് രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തുള്ള പ്രാദേശിക ബന്ധങ്ങളാണ്. പിന്നെ ഒരു ഭരണസമിതി, ആ ഭരണസമിതിക്ക് എതിരെയുള്ള വികാരമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രതിഫലിക്കും. അത് പ്രാദേശിക തെരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. കേരളത്തിൽ 2005 മുതൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ നിങ്ങൾ എടുത്താൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ LDFൻ്റെ വോട്ടും കൂടിയിട്ടുണ്ട്, LDFൻ്റെ സീറ്റും കൂടിയിട്ടുണ്ട്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡാണ്, പൊതുവെ ഒരു പാറ്റേൺ ആണ് കേരളത്തിൽ കാണുക. ഇത്തവണ അങ്ങനെ തന്നെയായിരിക്കും. LDFന് അനുകൂലമായ ഒരു ട്രെൻഡാണ് പൊതുവെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് പലതരത്തിൽ, കോഴിക്കോട് മലപ്പുറം ഈ ദിവസങ്ങളിലൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് ഈ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടാണ്, പ്രത്യേകിച്ച് UDFൻ്റെ. അത് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാകുമോ എന്നുള്ളതാണ്. അല്ല, കേരളത്തിൽ മൊത്തം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ പൊതു ചർച്ചകൾ കോഴിക്കോടും പൊതുവേ നടക്കും. കോഴിക്കോട് ഒന്നും LDFനോടൊപ്പം നിന്ന ഒരു ജില്ലയാണ്. LDFന് നല്ല മുൻകൈ കൊടുത്ത ജില്ലയാണ്. കഴിഞ്ഞ തവണ 13-ൽ 11 സീറ്റ് ജയിച്ചു. ഇത്തവണ 13-ൽ 13 സീറ്റും കോഴിക്കോട് LDF ജയിക്കും. ഞാൻ ചോദിച്ചത് ഈ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ട്, അതായത് UDFൻ്റെ ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഇടതുപക്ഷം ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇപ്പോൾ ഇന്ന് മുനവറലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയും ചെയ്തു ആ ഒരു കൂട്ടുകെട്ട് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും എന്നുള്ളത്. അത് ഏത് രീതിയിലായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് പ്രതിഫലിക്കുക എന്നുള്ളതാണ് ചോദ്യം. കോഴിക്കോട് പൊതുവേ മതനിരപേക്ഷ മനസ്സുള്ള വോട്ടർമാരാണ്. മതനിരപേക്ഷമായി ചിന്തിക്കുന്ന വോട്ടർമാരാണ്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കൊള്ളട്ടെ, മതസാഹോദര്യം കാത്തു സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കോഴിക്കോട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തോടൊപ്പം നിലകൊള്ളും. ഈ PV അൻവർ ഒരു തരത്തിലും വെല്ലുവിളിയാവില്ല. അല്ല, തെരഞ്ഞെടുപ്പ് പറഞ്ഞ ഞാൻ പറയാൻ കാരണം ഇടതുപാളയത്തിൽ നിന്നാണ് PV അൻവർ ഇപ്പം UDFൽ എത്തുന്നത്. അപ്പം LDFൻ്റെ കുറച്ച് തന്ത്രങ്ങളും കുതന്ത്രങ്ങളൊക്കെ അൻവറിന് വശം ഉണ്ടാവുമല്ലോ. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തികൾ തമ്മിലുള്ള ഒരു ഗുസ്തി മത്സരമല്ല.
അത് രാഷ്ട്രീയം ആശയപരമായി വളരെ ആരോഗ്യകരമായ സംവാദമൊക്കെ നടക്കുന്ന സാധനമാണ്. അതിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം തീരുമാനിക്കാനുള്ള അവകാശം അതാത് മുന്നണികൾക്കുണ്ട്. അത് മുന്നണികൾ നിശ്ചയിക്കട്ടെ, മുന്നണികൾ നിശ്ചയിച്ച് പോട്ടെ. ഇവിടെ പൊതുവേ LDFന് അനുകൂലമാണ്. UDFൻ്റെ ആര് സ്ഥാനാർത്ഥിയായാലും 2021 82,000 വോട്ട്, അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി LDF വിജയിക്കും. പി മുഹമ്മദ് റിയാസാണ് നമുക്കൊപ്പം ചേർന്നിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇത്തവണ വിജയിക്കും. UDFന്റെ എതിർ സ്ഥാനാർത്ഥി ആര് തന്നെയായാലും അത് ഇടതുപക്ഷത്തെ ബാധിക്കില്ല എന്നതാണ് പി മുഹമ്മദ് റിയാസ് പറഞ്ഞു വെക്കുന്നത്.